ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രേഖാചിത്രം എന്ന മൂവിയാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുക്കുന്ന ഒരു അസ്ഥികൂടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ കൊണ്ടെത്തിക്കുന്ന ദുരൂഹ മരണങ്ങളിലേക്കുമാണ് ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യനാകട്ടെ തന്നെക്കാൾ മൂത്ത മറ്റൊരു പയ്യന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് തന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചു എന്ന്. എന്നാൽ ഇത് കേട്ട മറ്റേ പയ്യൻ പറയുന്നുണ്ട് നീ വെറുതെ കള്ളം പറയേണ്ടതെന്ന്. അപ്പോഴാണ് തലേന്ന് നടന്ന സംഭവത്തെ പറ്റി ആ പയ്യൻ പറയുന്നത്. തന്റെ അച്ഛനും കുറച്ചു പേരും ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ പായൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് ഈ പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഈ പയ്യൻ പറയുന്നത്. ഇനി കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. നമ്മുടെ നായകനായ CI വിവേക് ആകട്ടെ ഓൺലൈൻ റമ്മി കളിയിലൂടെ ഒരുപാട് കാശുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് അവന് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അച്ഛന്റെ കൂടെ റബ്ബർ വെട്ടാനും മറ്റും നമ്മുടെ ഈ വിവേക് പോകുമായിരുന്നു. ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി വിവേകിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇവർ പുറത്തു പോകുന്ന സമയത്തെല്ലാം തന്നെ ആൾക്കാര് വിവേകിനെ നോക്കി കളിയാക്കും. കാരണം അവൻ ഓൺലൈൻ റമ്മി കളിച്ചതും സസ്പെൻഷനിലായതും എല്ലാം തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. നല്ലപോലെ മദ്യപിക്കുന്ന അയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അയാൾ വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിൽ ഡോക്ടർ അയാളെ വഴക്ക് പറയുന്നു. എന്നാൽ താനിനി അധികകാലം ഒന്നും തന്നെ ഇല്ലാന്നാണ് അയാൾ ഡോക്ടറോട് പറയുന്നത്. ഈ രാജേന്ദ്രൻ തന്റെ കുടുംബത്തിൽ നിന്നും അകന്നാണ് കഴിയുന്നത്. അയാൾ ഭാര്യയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതേസമയം വിവേകിന്റെ സസ്പെൻഷൻ എല്ലാം പിൻവലിച്ചിട്ട് അയാൾക്ക് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ്. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മലക്കപ്പാറ എന്ന സ്ഥലത്തേക്കാണ് വിവേകിനെ അവർ പറഞ്ഞുവിടുന്നത്. വിവേക് അവരുടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന അതേ ദിവസം തന്നെ മലക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യുകയാണ് രാജേന്ദ്രൻ. തന്റെ ഡ്രൈവറിന്റെ സഹായത്തോടു കൂടി അയാൾ മലക്കപ്പാറയിലെത്തുന്നു. വഴിമധ്യേ വിവേക് ആഹാരം കഴിക്കാൻ കയറിയ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ രാജേന്ദ്രനും ആഹാരം കഴിക്കാൻ കയറിയത്. അങ്ങനെ വിവേക് സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോയി. രാജേന്ദ്രനാകട്ടെ ഡ്രൈവറോട് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറയുന്നു. ഒരിടത്ത് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങി നടന്ന് കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്കായിട്ട് ചെന്നിരിക്കുന്നു. ആ സമയത്ത് എല്ലാം തന്നെ അയാളുടെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അയാളുടെ അസുഖം അയാളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു. ആ മരച്ചുവട്ടിലിരുന്നു കൊണ്ട് അയാൾ ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നു. എന്നിട്ട് അയാൾ എല്ലാവരോടുമായി പറയുന്നുണ്ട് താൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. തന്റെ ജീവിതത്തിൽ തനിക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പണം താൻ സമ്പാദിച്ചത് ചോര പുരണ്ട കൈകൾ കൊണ്ടാണ്. ഒരു ജീവൻ എടുത്തുകൊണ്ടായിരുന്നു എല്ലാത്തിനും തുടക്കം. അപ്പോൾ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ ഒരു സീൻ നമ്മളെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്ന 4 പേർ. വർഷങ്ങൾക്ക് മുമ്പ് 1985 ആരാണെന്ന് പോലും അറിയാത്ത 10-18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഞാനും എന്റെ കൂട്ടുകാരൻ ചേർന്നിട്ട് ഈ മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു. അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ ജ്വല്ലറി നടത്തുന്ന ആലീസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ വിൻസെന്റും ഫ്രാൻസിസ് തടത്തിലുമായിരുന്നു. ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് ആ പെൺകുട്ടിയെ ഇവിടെ കുഴിച്ചിട്ടത്. കുഴിച്ചിടുന്നതിന് മുമ്പ് അവൾക്ക് ശ്വാസമുണ്ടായിരുന്നു. അവളുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപാണ് അവളുടെ മുകളിലേക്ക് ഞങ്ങൾ മണ്ണ് വാരിയിട്ടത്. എല്ലാം തുടങ്ങിയെടുത്ത് തന്നെയാണ് കാലം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മണ്ണിന്റെ താഴെ അവളുണ്ട്. എന്നെങ്കിലും ഇത് പുറത്തു വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇതുവരെയും പുറത്തു വന്നില്ല. ഇനി എന്തായാലും പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. ആ സൗണ്ട് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു അയാളുടെ ഡ്രൈവറും. ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാവരും കാണുന്നുണ്ട്. മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിൽ നടന്നതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതല സ്വാഭാവികമായിട്ടും വരുന്നത് നമ്മുടെ വിവേകിന് തന്നെയായിരുന്നു. അങ്ങനെ വിവേകും സംഘവും അവിടേക്ക് പരിശോധിക്കാൻ പോയി. DYSP മോഹൻദാസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. രാജേന്ദ്രന്റെ ബോഡി അവിടെ നിന്ന് അവർ നീക്കം ചെയ്ത ശേഷം അയാൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ സ്കെൽട്ടൺ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. അങ്ങനെ ആ ഒരു ഭാഗം കുഴിച്ചു നോക്കിയാണ് പോലീസുകാർ. കുറെ അടിയിലേക്ക് കുഴിച്ചിട്ടും അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ ശക്തമായി മഴ പെയ്യാൻ ആരംഭിച്ചു. അവരവരുടെ ജോലികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിനിടെ സൈഡിൽ നിന്നും എന്തോ ഒരു ഭാഗം അടർന്ന് വെള്ളത്തിലേക്ക് വീഴുന്നതായിട്ട് സൗണ്ട് കേട്ട് വിവേക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് തുണിയുടെ കഷ്ണങ്ങളായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് ആ കുഴിയിലെ വെള്ളമെല്ലാം തന്നെ മാറ്റിയിട്ട് അവർ വീണ്ടും അതിനുള്ളിൽ തെരയാൻ ആരംഭിച്ചു. അവർ കുഴിച്ച ഭാഗത്തിന്റെ സൈഡിൽ നിന്നായിട്ട് രാജേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നും ആ അസ്ഥികൂടം കണ്ടെടുക്കാനുമായി. മാത്രമല്ല ഒരു ജോഡി കൊലുസും ആ കുഴിയിൽ നിന്ന് വിവേകിന് കിട്ടി. ആ സമയത്ത് രാജേന്ദ്രൻ വീഡിയോയിൽ പറഞ്ഞ ആ ആലീസ് ഗ്രൂപ്പിന്റെ ഉടമ വിൻസെന്റിനെയും കാണിക്കുന്നുണ്ട്. വലിയ ജ്വല്ലറി ഓണറായിരുന്ന അയാളുടെ ഭാര്യയാകട്ടെ ഇപ്പോൾ സുഖമല്ലാതെ കിടക്കുകയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കുന്നതും ബിസിനസ് കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അയാൾ തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് അയാളുടെ മകൻ വന്നിട്ട് ഈ ഒരു വീഡിയോയെ പറ്റി അയാളോട് പറയുന്നുണ്ട്. ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ടെന്നാണ് വിൻസെന്റ് പറയുന്നത്. അയാളുടെ വക്കീലും വന്ന് അയാളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. പോലീസിന്റെ ജോലി ചെയ്യട്ടെ എന്ന് നിസ്സാരമായിട്ട് അയാൾ പറയുകയായിരുന്നു. അതേസമയം വിവേകും മോഹൻദാസും ചേർന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ സ്കെൽറ്റനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഫോറൻസിക് വിദഗ്ധരോട് ചോദിക്കുന്നു. സ്കെൽറ്റന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഫീമെയിൽ സ്കെൽറ്റൻ ആണെന്നുള്ള കാര്യം അവർ ആദ്യമേ തന്നെ ഉറപ്പിച്ചിരുന്നു. രാജേന്ദ്രൻ വീഡിയോയിൽ പറഞ്ഞ വിൻസെന്റിനെ ഇവർക്കറിയാം. പക്ഷെ ആ ഫ്രാൻസിസ് തടത്തിൽ ആരാണെന്ന് ഇവർക്കിനി കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് തടത്തിൽ എന്ന പേരുള്ള എല്ലാവരെയും തന്നെ അന്വേഷിച്ചു പോകാൻ അവർ തീരുമാനിച്ചു. കൂട്ടത്തിൽ രാജേന്ദ്രന്റെ ഫാമിലിയും പോയി വിവേക് കാണുന്നു. അയാളുടെ കയ്യിൽ കാശ് കണ്ടിട്ടാണ് തന്നെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതെന്നും എന്നാൽ ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഡിവോഴ്സ് ആയതെന്നും ആ
സ്ത്രീ പറയുന്നു. 1985 അയാൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പഴയ കാര്യങ്ങളെ പറ്റി ഒന്നും തന്നെ അയാൾ തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെ ആ പേരും തേടി പലരെയും പോയി വിവേക് കണ്ടെങ്കിലും വിവേക് അന്വേഷിച്ചു പോയിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ് തടത്തിൽ അതല്ല എന്ന് വിവേകിന് മനസ്സിലായി. അങ്ങനെ ഫ്രാൻസിസ് തടത്തിൽ നിന്ന് പേരുള്ള ഒരാളെ കൂടി തേടി അയാളുടെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ മകൻ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് അപ്പച്ചൻ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അങ്കമാലിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന്. ആ വ്യക്തിയുടെ ഒരു കണ്ണ് പാതി അടഞ്ഞ രീതിയിലായിരുന്നു. വിവേക് അവിടെ നിന്നും പോയി. വീണ്ടും ആ ഫ്രാൻസിസ് തടത്തിൽ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു വിവേക്. അതിന്റെ കൂടെ തന്നെ 1985 കാലഘട്ടത്തിൽ കാണാതായ പെൺകുട്ടികളുടെ കേസും വിവേക് നോക്കുന്നുണ്ടായിരുന്നു. അതിനവൻ തന്റെ ഗേൾഫ്രണ്ടിന്റെ സഹായവും തേടി. പഴയ പത്രക്കട്ടിങ്ങളെല്ലാം തന്നെ അവൾ അവന് കൊണ്ടുകൊടുത്തു. എന്നിട്ട് ആ ഫോട്ടോസും അഡ്രസ്സും വെച്ചിട്ട് ആ പെൺകുട്ടികളുടെ എല്ലാം തന്നെ വീട്ടിൽ പോയിട്ട് ആ കൊലുസു കൂടി കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ മകളുടേതാണോ എന്ന് ചോദിക്കുന്നു. പലരും അല്ലാന്ന് പറയുന്നുണ്ട്. കാണാതായ ചിലവരൊക്കെ അന്ന് തിരിച്ചു വന്നിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് റെക്കോർഡ്സിലും കൂടി അവർ കാണാതായ പെൺകുട്ടികളുടെ കേസുകൾ നോക്കുന്നു. അതിനിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ വിവേകിനോട് ചോദിക്കുന്നുണ്ട് ഈ കാണാതായ പെൺകുട്ടികളുടെ കേസിൽ മോഷണം നടത്തി മിസ്സിംഗ് ആയവരെ കൂടി കൂട്ടുമോ എന്ന്. ഇല്ല എന്ന് വിവേക് പറയുന്നു. പിന്നീട് അവര് കാണാതായ മിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു. കൊലുസ് അവരുടെ അച്ഛനെ കാണിച്ചു കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് തന്റെ മകളുടേത് തന്നെയാണെന്ന്. എന്നിട്ട് ആ കൊലുസും വാങ്ങിച്ച് പൊട്ടിക്കരയാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാളുടെ DNA-യും ആ സ്കെൽറ്റന്റെ DNA-യും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അതിനിടയ്ക്ക് മോഹൻദാസ് ആകട്ടെ വിവേകിനോട് പറയുന്നുണ്ട് ആ ജ്വല്ലറി ഉടമ വിൻസെന്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു ബന്ധുവിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരോട് പോയി സംസാരിക്കാനും. ആ സ്ത്രീയോട് പോയി വിവേക് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഈ വിൻസെന്റിന്റെ അച്ഛൻ പണ്ടേ അവരെ ഇട്ടിട്ട് പോയത് കാരണം അവന്റെ അമ്മയും അവനും ചേർന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നിരുന്നതെന്ന്. ഇടയ്ക്ക് അൾത്താരബാലനായി പോയിക്കൊണ്ടിരുന്ന വിൻസെന്റ് ആകട്ടെ ബിഷപ്പിന്റെ കുട ഒരു ദിവസം മോഷ്ടിച്ചു. സ്കൂളിൽ കൊണ്ടുപോകാൻ കുടയില്ല എന്നാണ് അവൻ പറഞ്ഞത്. കഷ്ടം തോന്നിയ ബിഷപ്പ് ആകട്ടെ തൽക്കാലം അവന്റെ പഠന ചെലവെല്ലാം തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവനെ കൂടെ നിർത്തി പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചുകാലം ബിഷപ്പിന്റെ കൂടെ നിന്ന് പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് പിന്നീട് അവൻ ബോംബെക്ക് പോയി. അവിടെ വെച്ച് ആലിസിനെ കാണുകയും പരിചയപ്പെട്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ കച്ചവടം തുടങ്ങിയത്. 1985 കാലഘട്ടത്തിൽ അവൻ മലക്കപ്പാറയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ചാലക്കുടി ഏരിയയിൽ പലയിടത്തു നിന്നാണ് അവൻ പഠിച്ചതെന്ന്. പിന്നെ ആ ഒരു സമയത്ത് അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചിട്ടാണ് അവൻ കയറിയതും പിന്നീട് ഈ വലിയ ബിസിനസ്സിലേക്കെല്ലാം പോയതും. പക്ഷെ അതെന്താണെന്ന് മാത്രം തനിക്കറിയില്ല എന്ന്. പിന്നീട് ഇവർ വിൻസെന്റിനെ ചോദ്യം ചെയ്യുന്നു. ഈ വിൻസെന്റിനെ പണ്ടുകാലത്ത് എല്ലാവരും വിളിച്ചിരുന്നത് വക്കച്ചൻ എന്നായിരുന്നു. മലക്കപ്പാറയിൽ അയാൾ ഉണ്ടായിരുന്ന സമയത്തെ പറ്റിയെല്ലാം തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്. ഈ 1985 കാലഘട്ടത്തിൽ ബിഷപ്പിന്റെ കൂടെ അയാൾ മലക്കപ്പാറയിലുണ്ടായിരുന്നു. അന്ന് ബിഷപ്പ് വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു മലക്കപ്പാറയിലേക്ക് വന്നത്. രാജേന്ദ്രൻ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വിൻസെന്റിന്റെ ഓഫീസിലെ ഫ്രണ്ട് ഡെസ്കിലേക്ക് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 സെക്കൻഡ് നേരത്തോളം സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ ഒരു കോള് വിൻസെന്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. വിൻസെന്റിന്റെ വക്കീല് പറയുന്നുണ്ട് അങ്ങനെ ഒരു കോള് തന്റെ അടുത്ത് വന്നിട്ട് മാത്രമേ വിൻസെന്റിന്റെ അടുത്തേക്ക് പോലും പോവുകയുള്ളൂ. അത് തന്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല എന്ന്. മാത്രമല്ല തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ആരുടേതാണെന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്ത ഒരു സ്കെൽറ്റന്റെ പേരിൽ തന്നെ വിളിപ്പിച്ചപ്പോൾ താൻ വന്നത് തന്നെ വലിയ കാര്യമാണെന്നും വിൻസെന്റ് പറയുന്നു. കുടിച്ച് ബോധമില്ലാത്ത ഒരാള് മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നതിന്റെ പേരിൽ ആവശ്യമില്ലാതെ എന്നെ ഈ കേസിൽ വലിച്ചഴിക്കരുതെന്നും അയാൾ പറയുന്നു. എന്നാൽ രാജേന്ദ്രൻ പറഞ്ഞതിൽ പകുതി കാര്യങ്ങൾ സത്യമാണെന്ന് സ്കെൽറ്റൻ കിട്ടിയതോടുകൂടി മനസ്സിലായി. ബാക്കി കാര്യങ്ങളും സത്യമാണെന്ന് തങ്ങളെ തെളിയിക്കുമെന്നും വിവേക് പറയുന്നു. സ്കെൽറ്റൻ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം വിൻസെന്റിന് വലിയ ടെൻഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ കൂളായിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാണാതായ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാര് കൊലുസ് കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു DNA സാമ്പിൾ മാച്ച് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ DNA സാമ്പിൾ മാച്ച് ആയില്ല. ആ വീട്ടിൽ നിന്നും കാണാതായ മിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടേതല്ല ആ ഒരു സ്കെൽറ്റൺ എന്ന് തെളിഞ്ഞു. ഈ വിവരം അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറയാനിരിക്കെയാണ് അറിയുന്നത് ആ മിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചുവെന്ന്. അങ്ങനെ വിവേക് ആ വീട്ടിലേക്ക് പോകുന്നു. ആ കാണാതായ പെൺകുട്ടിയുടെ സഹോദരനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് മിനിക്ക് വേണ്ടിയിട്ട് തങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. മരണം എന്നുള്ളതിന് ഒരർത്ഥമുണ്ട്. പക്ഷെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അന്വേഷണം വീണ്ടും വഴിമുട്ടി. വീണ്ടും ഈ സ്കെൽറ്റൺ ആരുടേതാണെന്ന് കണ്ടെത്തണം. തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം വെച്ചിട്ട് വിവേക് തിരിച്ചും മറിച്ചും ആലോചിക്കുകയായിരുന്നു. ആ സമയത്ത് മിസ്സിംഗ് കേസുകളുടെ റെക്കോർഡുകൾ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ ഒരു കേസ് വിവേകിന്റെ കണ്ണിൽപ്പെടുന്നു. നേരത്തെ ഒരു പോലീസുകാരൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോഷണം നടത്തി മിസ്സായ കേസുകൾ അന്വേഷിക്കണമെന്ന്. ആ ഒരു കേസായിരുന്നു അത്. എന്നാൽ അതുകൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് വിവേക് വിചാരിക്കുന്നു. ചന്ദ്രപ്പൻ എന്നൊരാള് ഒരു പെൺകുട്ടിക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുത്തതായിരുന്നു. ചീറ്റിംഗ് നടത്തിയ ശേഷം അവൾ മിസ്സായി എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചന്ദ്രപ്പനെ അന്വേഷിച്ചു പോകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും വിവരം കിട്ടുന്നുണ്ട് അയാളുടെ അഡ്രസ്സിൽ സ്ഥിരമായിട്ട് കത്തുകൾ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ അവസാനത്തെ ഒരു കത്ത് കൊണ്ടുകൊടുക്കാൻ പോയപ്പോ അയാൾ അവിടെ നിന്ന് താമസം മാറി പോയി എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കത്ത് തിരിച്ചയക്കുകയും ചെയ്തു. ആ കത്ത് എവിടെ നിന്ന് വന്നതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കത്ത് എവിടെ നിന്ന് വന്നതാണെന്ന് അന്വേഷിക്കുമ്പോൾ ഫെഫ്കയിൽ നിന്നായിരുന്നു. പണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെഫ്കയിൽ പോയി ഇവർ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു ആ കത്ത് അയാൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഫെഫ്കയിൽ അയാളുടെ മെമ്പർഷിപ്പ് തീർന്നു അയാളെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടൊരു കത്ത് അയച്ചതാണ്. പക്ഷെ അത് തിരിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് അയാളുടെ പുതിയ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവർ ആ കത്ത് അയക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്നും ചന്ദ്രപ്പന്റെ പുതിയ അഡ്രസ്സും കണ്ടുപിടിച്ചുകൊണ്ട് വിവേക് അവിടേക്ക് ചെല്ലുന്നു. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഒരു കുപ്പി മദ്യവുമായിട്ട് പോയാൽ മതി എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അയാളെ കണ്ടെത്തിയ ശേഷം അയാൾ കൊടുത്ത ആ പെൺകുട്ടിയെ പറ്റിയുള്ള കേസിനെ പറ്റി ചോദിക്കുന്നു. താൻ കാതോട്
കാതോരം സിനിമ ചെയ്യുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നൊരു പെൺകുട്ടിയായിരുന്നുവെന്നും ഒരു പാട്ട് സീനിൽ പാതി വരെ അഭിനയിച്ച ശേഷം പിറ്റേന്നത്തെ ഷൂട്ടിന് അവൾ വന്നില്ല. അന്നത് വലിയ സംഭവമായിരുന്നു. ഒരു ദിവസത്തെ ഷൂട്ട് വരെ മുടങ്ങി. ആ പെൺകുട്ടിയുടെ പേര് രേഖ എന്നായിരുന്നു. അന്ന് പലയിടത്തു നിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുകൊടുക്കുന്നത് ഞാനായിരുന്നു. എന്റെ അടുത്തേക്ക് മമ്മൂട്ടിയുടെ നായികയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ പെൺകുട്ടി വന്നത് തന്നെ. അത് താൻ വിചാരിച്ചാൽ നടക്കില്ല എന്ന് അവളോട് പറഞ്ഞതാ. തൽക്കാല സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അവൾക്ക് ഞാനൊരു വേഷം കൊടുത്തു. അന്ന് അവൾ പാതി ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മുങ്ങിയത് കാരണം ആ ഷൂട്ടിംഗ് മുടങ്ങിയതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നു. മദ്രാസിൽ നിന്ന് ഫൈനാൻസ് മാനേജർ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയും. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങാൻ കാരണക്കാരി അവളാണെന്നും തൽക്കാലം അവളുടെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടേക്കാനും കൺട്രോളർ അയാളോട് പറഞ്ഞു. അതിൽ പ്രകാരമാണ് അയാൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചീറ്റിങ്ങിനും മിസ്സിങ്ങിനും കേസ് കൊടുത്തത്. അവളെ ഏതെങ്കിലും സിനിമയിലെ സെറ്റിൽ വെച്ച് കാണുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അതിനുശേഷം പിന്നീട് അവളെ കണ്ടിട്ടേയില്ല. ആ കുട്ടിയുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് ചന്ദ്രപ്പനോട് വിവേക് ചോദിക്കുമ്പോ അയാൾ പറയുന്നുണ്ട് അതിനെന്താ ഓർത്തെടുക്കാലോ എന്ന്. 2 ആഴ്ച മുമ്പ് കൂടി താൻ കണ്ടതേ ഉള്ളൂ എന്ന്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോ അയാൾ ആ കാതോട് കാതോരം സിനിമയില് ഒരു പാട്ട് സീൻ കാണിച്ചു കൊടുക്കുന്നു. ആ പാട്ട് സീനിൽ ഇപ്പോഴും അവളുടെ മുഖമുണ്ടായിരുന്നു. സീൻ അവിടെ നിന്നും പിന്നീട് ആ പഴയ കഥയിലേക്കാണ് പോകുന്നത്. അന്ന് കാതോട് കാതോരം സിനിമയിൽ കന്യാസ്ത്രീ വേഷം ചെയ്യാൻ വന്ന കുട്ടികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവളായിരുന്നു രേഖ. അടുത്ത മമ്മൂട്ടി ആരാധികയായിരുന്ന രേഖയ്ക്ക് മമ്മൂട്ടിയുടെ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവൾ മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. രേഖയുടെ മുഖം അവർ കണ്ട സ്ഥിതിക്ക് അവളുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് പുറത്തുവിട്ടാലോ എന്ന് വിവേക് മോഹൻദാസിനോട് ചോദിക്കുന്നു. എന്നാൽ മമ്മൂട്ടി സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കാണാതായ പെൺകുട്ടി എന്ന നിലയിൽ അങ്ങനെ നമ്മൾ ചിത്രം പുറത്തുവിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ സെൻസേഷണൽ ഇഷ്യൂ ആകുമെന്നും തൽക്കാലം ആ സ്കെലിട്ടൺ ആ പെൺകുട്ടിയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മതി അതൊക്കെ എന്ന് വിവേകിനോട് അയാൾ പറയുന്നു. മാത്രമല്ല രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് തലേന്ന് അയാൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്പർ പരിശോധിച്ചതിൽ നിന്നും ആ നമ്പർ അയാളെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ആരോ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 വർഷമായിട്ട് അയാളെ ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിൽ നിന്ന് വിളിക്കാറുമുണ്ട്. ആ സിം ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല ആ ഫോണിന്റെ IMEI നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ ആ ഫോണിന് മുൻപ് പല സിമ്മുകളും ഇട്ടിട്ടുണ്ട്. ഫോൺ വിൽക്കുന്ന കടയിൽ നിന്ന് ആരെങ്കിലും അത് വാങ്ങിയിട്ട് പുതിയ സിം എടുത്തിട്ട് ഇയാളെ വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാകാം. അങ്ങനെ ഒരു സൈഡിലൂടെ രാജേന്ദ്രനെ വിളിച്ച ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താനും അവർ മൊബൈലിൽ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. കോളിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് ആരോ ആണ് അയാളെ വിളിച്ചിരിക്കുന്നത്. രേഖയുടെ കൂടെ അന്ന് ആ ഷൂട്ടിന് വന്നിരുന്ന മറ്റു ചിലരെ കാണാൻ വേണ്ടിട്ട് വിവേക് പോകുന്നുണ്ട്. അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് അന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ആ വണ്ടിയിൽ രേഖ ഉണ്ടായിരുന്നില്ല എന്ന്. അതേസമയം ഇവിടെ വിൻസെന്റിന്റെ അടുത്ത് അയാളുടെ വക്കീൽ വന്ന് പറയുന്നുണ്ട് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പെൺകുട്ടിയാണെന്ന്. അവർ രേഖയുടെ ചിത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും രേഖയുടെ ആ ഒരു ഫോട്ടോ കണ്ടതും വിൻസെന്റ് ആകെ ഷോക്കായി. ഇത്രയും കാലം പേടിക്കാതിരുന്ന അയാൾ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. അതേസമയം ഇവിടെ രാജേന്ദ്രനെ വിളിക്കാൻ വേണ്ടിയിട്ട് പുതിയ മൊബൈൽ വാങ്ങിച്ച ആ ഒരു വ്യക്തിയെയും ഇവർ കണ്ടെത്തിയിരുന്നു. അവന്റെ പേര് സജീവൻ എന്നാണ്. അതിനുശേഷം വിവേക് പോകുന്നതാകട്ടെ ആ കാതോട് കാതോരം സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾ വിവേകിനോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കമലിനോടും ജോൺ പോൾ സാറിനോടും ചോദിക്കണമെന്ന്. എന്നാൽ ജോൺ പോൾ സാർ മരിച്ചുപോയി. കമലിനോട് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കാം. പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും ഫിലിംസിന്റെ നെഗറ്റീവ്സും എല്ലാം തന്നെ ഞാൻ എടുത്തു തരാമെന്നും അയാൾ പറയുന്നു. അങ്ങനെ വിവേക് ഈ ജോൺ പോൾ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് എല്ലാം തന്നെ പരിശോധിക്കുന്നു. അയാൾ യൂട്യൂബില് സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവത്തെ പറ്റിയുള്ള രസകരമായ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാതോട് കാതോട് എന്ന സിനിമയിലെ സൈറ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി അയാൾ സംസാരിക്കുന്നതിൽ അയാൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ സിനിമയുടെ എടുക്കാൻ പോകുന്ന സീനിന്റെ അവസാന മിനുക്കുപണിയിൽ അയാൾ മുഴുകിയിരിക്കുന്ന സമയത്ത് കൊലുസിട്ട ഒരു കന്യാസ്ത്രീ അയാളുടെ അടുത്തേക്ക് വന്നെന്നും ജോൺ പോൾ സാറിലെ എന്ന് ചോദിച്ച ശേഷം സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തലേനാക്കിയതെന്നും ചോദിച്ചു. അതേന്ന് പറഞ്ഞതും വളരെ മോശമായി പോയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും തിരിച്ചുപോയി. പിരിഞ്ഞവൾ നടന്നു പോയപ്പോഴും അവളുടെ കൊലുസിന്റെ ശബ്ദം തനിക്ക് കേൾക്കാമായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് രേഖ തന്നെയാണെന്നും ആ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ കൊലുസും രേഖയുടേത് തന്നെയാണെന്നും ഇവർ ഉറപ്പിക്കുന്നു. അങ്ങനെ വിവേക് സംവിധായകൻ കമലിനെ കാണാൻ പോകുന്നു. ഫോട്ടോ കണ്ടുകഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് തനിക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ടെന്ന്. എന്നാൽ ഷൂട്ടിംഗ് മുടങ്ങിയതെല്ലാം തന്നെ വലിയ പ്രശ്നമായിരുന്നു. ക്യാമറ ഏത് ആംഗിൾ വെച്ചെടുത്താലും ബാക്കിൽ ആ കുട്ടിയുടെ പ്രസൻസ് ആവശ്യമായിരുന്നു. കൊലുസിട്ട കന്യാസ്ത്രീയെ പറ്റിയിട്ട് ജോൺ പോൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ കുട്ടിയുടെ മുഖത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അടുത്തൊരു മൂവിയിൽ നായികയാക്കാൻ പറ്റിയ കുട്ടിയാണെന്ന് വരെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സിനിമയിൽ നല്ല ഭാവി ഉണ്ടാകേണ്ടിയിരുന്ന കുട്ടിയായിരുന്നു അതെന്നുകൂടി അയാൾ കൂട്ടിച്ചേർക്കുന്നു. വിവേകിന്റെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും വിൻസെന്റിന് അത് പ്രശ്നമായിരുന്നു. അയാളുടെ ലോയർ ആകട്ടെ ചില രാഷ്ട്രീയ നേതാക്കളെ കാണുകയും അവരുടെ കുറെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അത് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് പകരമായിട്ട് രേഖയുടെ കേസ് വിവേകിന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് മാറ്റിയ ശേഷം ഇവർ പറയുന്ന പോലീസുകാർക്ക് കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ കേസ് ഒരു സൈഡിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വിൻസെന്റിന്റെ കുറച്ച് ആൾക്കാര് ചന്ദ്രപ്പന്റെ കൂടെ കൂട്ടുകൂടി അയാളെ നല്ലപോലെ മദ്യം കുടിപ്പിച്ച ശേഷം ഒരു ബാറ്റബിൾ നിറയെ ഓടയിൽ അഴുക്കുവെള്ളം നിറച്ചിട്ട് അയാളെ അതിൽ മുക്കിക്കൊല്ലുന്നു. എന്നിട്ട് എടുത്തുകൊണ്ടുപോയി ഓടയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഇയാളുടെ മൃതദേഹം പോലീസുകാർ കണ്ടെടുക്കുകയായിരുന്നു. അവിടേക്ക് വന്ന വിവേകിനോട് മോഹൻദാസ് പറയുന്നുണ്ട് ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുകയാണെന്ന്. കേസ് ക്രൈംബ്രാഞ്ചിന് പോവാൻ പോവുകയാണ്. തന്നെ ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് വിട്ടിരിക്കുന്നു. ആകെ നിസ്സഹായനായി നിൽക്കുകയായിരുന്നു വിവേക്. അങ്ങനെ ഒരു ദിവസം വിവേക് ഇതിനെപ്പറ്റിയെല്ലാം തന്നെ ഫോറൻസിക് ഓഫീസർ
ഓഫീസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അവിടേക്ക് കയറി വരുന്നു. ആകെ ഇവരുടെ കയ്യിൽ തെളിവായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കെൽട്ടണും ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി. വിവേകിനെ അയാൾ വല്ലാതെ ചൊറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ബാത്റൂമിൽ വെച്ചിട്ട് അയാളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ വിവേകും അയാൾക്ക് നല്ല പണി കൊടുക്കുന്നു. കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരെ എന്തും ചെയ്യുമെന്ന് വിവേകിനും ആ ഫോറൻസിക് ഓഫീസറിനും അറിയാമായിരുന്നു. ഇതുവരെ കണ്ടുപിടിച്ചതല്ല അവര് കൊണ്ടുപോയി, എന്നാൽ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതൊന്നും അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ആ ഓഫീസർ വിവേകിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഇതിന്റെ പിന്നിൽ നിന്ന് മാറാൻ നിൽക്കണ്ട, നിന്റെ അന്വേഷണം മുന്നോട്ട് തന്നെ നീ കൊണ്ടുപോകണം. അങ്ങനെയിരിക്കെ വിവേകിനെ സംവിധായകൻ കമൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈയിടെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പള്ളശ്ശേരി എന്ന് പറയുന്ന ഒരാൾ തന്റെ അടുത്ത് വന്നുവെന്ന്. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. അയാളോട് ഞാൻ ഈ കാതോട് കാതോരം സിനിമയെ പറ്റി സംസാരിച്ചപ്പോൾ അയാൾ അന്ന് അവിടെ ഫോട്ടോസ് എടുക്കാനും മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അയാളെ പോയി ഒന്ന് കണ്ടു നോക്ക്, എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വിവേക് ഇയാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അയാളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വിവേക് അറിയുന്നു. അന്ന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ മമ്മൂട്ടിയുടെ സെറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിച്ച ചില ചോദ്യങ്ങൾ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്നും മമ്മൂട്ടി ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ആ ഒരു സമയത്ത് അയാൾ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോയുടെ സൈഡിലായിട്ട് രേഖപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അയാൾ മമ്മൂട്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയതിനെ പറ്റി മമ്മൂട്ടിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് സിനിമാ വാരികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ രേഖയുടെ അടുത്തായിട്ട് മറ്റൊരു സിസ്റ്റർ കൂടി നിൽപ്പുണ്ടായിരുന്നു. രേഖയുടെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് വിവേക് ചോദിക്കുന്നുണ്ട്, ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ നിങ്ങളുടെ കൂടെ ഉള്ളതാണോ എന്ന്. എന്നാൽ ആ ഒരു സ്ത്രീ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതല്ല എന്നും താൻ ആ സെറ്റിൽ വെച്ചിട്ട് അവരെ കണ്ടിട്ടില്ല എന്ന് ഇവർ പറയുന്നു. കാരണം ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിരുന്ന കന്യാസ്ത്രീകളെല്ലാം തന്നെ ധരിച്ചിരുന്നത് ഏകദേശം ഒരേ ടൈപ്പ് കന്യാസ്ത്രീ വേഷമായിരുന്നു. എന്നാൽ ഈ സ്ത്രീ മാത്രം മറ്റൊരു രീതിയിലുള്ള വേഷമാണ് ധരിച്ചിരിക്കുന്നത്. അതിനർത്ഥം അവർ യഥാർത്ഥത്തിൽ ഒരു കന്യാസ്ത്രീ തന്നെയാണെന്നാണ്. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവൻ അച്ഛനോട് പറഞ്ഞിട്ട് ആ സിനിമ മുഴുവൻ കാണാനും പറയുന്നുണ്ട്. അതിലെങ്ങും തന്നെ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കന്യാസ്ത്രീ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. അങ്ങനെ അവരെ അന്വേഷിച്ച് വിവേക് പോവുകയാണ്. സ്റ്റെഫി എന്നായിരുന്നു ആ കന്യാസ്ത്രീയുടെ പേര്. രേഖയെ പറ്റി ചോദിച്ചപ്പോൾ അവർക്ക് രേഖയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ലപോലെ ഓർമ്മയുണ്ട്. അവൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനി സ്റ്റെഫി എന്ന സിസ്റ്റർ പറയുന്ന കഥയാണ് കാണിക്കുന്നത്. കാതോട് കാതോട് ഷൂട്ട് നടക്കുന്ന പള്ളിക്കടുത്തുള്ള കോൺവെന്റിലായിരുന്നു സ്റ്റെഫി താമസിച്ചിരുന്നത്. അവിടുത്തെ മദറും കുറച്ച് സിസ്റ്റേഴ്സും ഏതോ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ നിന്നും പോയി. അതുകൊണ്ട് കോൺവെന്റിലെ ഇൻചാർജ് സ്റ്റെഫി ആയിരുന്നു. അതേസമയം രേഖയാകട്ടെ സെറ്റിലിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് അവിടെ മമ്മൂട്ടി വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മമ്മൂട്ടിയെ കാണാൻ ഓടിപ്പോയി. രേഖയും കൂട്ടത്തിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഓടിപ്പോകുന്ന വഴിക്ക് അവൾ ധരിച്ചിരുന്ന വസ്ത്രം എവിടെയോ കുരുങ്ങി കീറുന്നു. അത് കാരണം അവൾ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയില്ല. അവിടെ സ്റ്റിച്ചിങ്ങും മറ്റും ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടെ ഓൾറെഡി ഒരുപാട് പേര് ക്യൂ നിൽക്കുക, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പോന്ന്, നീ അതങ്ങനെ മറച്ചു പിടിച്ചങ്ങ് അഭിനയിച്ചാൽ മതിയെന്ന്. രേഖ ആകെ സങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ എല്ലാം ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. ആ സമയത്താണ് കോൺവെന്റിൽ സ്റ്റെഫി നിൽക്കുന്നതും ഈ കന്യാസ്ത്രീയുടെ വേഷം കഴുകിയിടുന്നതും കാണുന്നത്. അങ്ങനെ അവൾ സ്റ്റെഫിയോട് പോയിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു, ഇതുപോലൊരു വസ്ത്രം തനിക്ക് തരാമോന്ന്. ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റെഫിക്ക് ഷൂട്ടിംഗ് കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഡ്രസ്സ് തരാം, പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് രേഖ ചോദിച്ചപ്പോൾ തനിക്ക് മമ്മൂട്ടിയെ കാണണമെന്നും പരിചയപ്പെടണമെന്നും പറയുന്നു. ആ വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം അവൾ പറയുന്നുണ്ട് ഞാനത് ചെയ്യാമെന്ന്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സും വാങ്ങി രേഖ പോയി. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടേക്ക് വരാമെന്നാണ് സ്റ്റെഫി പറയുന്നത്. രേഖ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സ്റ്റെഫി അവിടേക്ക് വന്ന് സംസാരിക്കുന്നു. മമ്മൂട്ടി ചേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയിരിക്കുകയായിരിക്കുമെന്നാണ് രേഖ പറയുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആള് കാണുന്നുണ്ട്. ഇതേത് വേഷം ധരിച്ചിരിക്കുന്നത്, ഇതൊന്നും ശരിയാകില്ല എന്നും കൂട്ടത്തിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വേഷമാണിതെന്നും നീ നിന്റെ കീറിയ ഡ്രസ്സ് കൊണ്ടുപോകാൻ ഞാൻ തയ്ച്ചു തരാമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവള് അയാളുടെ കൂടെ പോയിട്ട് നേരത്തെ കീറിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും അത് തയ്ച്ച ശേഷം തിരിച്ചിടുകയും ചെയ്യുന്നുണ്ട്. സ്റ്റെഫിക്ക് മനസ്സിലായി അവളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്നും അവൾക്ക് മമ്മൂട്ടിയുടെ അടുത്ത് പോലും പോകാൻ പറ്റില്ല എന്നും. രേഖ അത് സ്റ്റെഫിയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ വലിയ നായികയാകുമെന്ന്. ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റിനോട് എല്ലാവരും മോശമായിട്ടാ പെരുമാറുന്നത്, ഒരു റെസ്പെക്റ്റും ഇല്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ മമ്മൂട്ടി ചേട്ടന്റെ നായികയാകും, അതായിരുന്നു അവളുടെ സ്വപ്നം. മമ്മൂട്ടി ചേട്ടൻ എന്ന് എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ കത്തുകൾ എഴുതാറുണ്ട്, അഡ്രസ് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മമ്മൂട്ടി ചേട്ടൻ സ്ഥിരമായിട്ട് വന്ന് താമസിക്കുന്നത് വുള്ളൻ ഹോട്ടലിലാണെന്നും അവിടേക്ക് ഞാൻ കത്തുകൾ എഴുതാറുണ്ടെന്നുമാണ് അവള് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾക്കൊന്നും മമ്മൂട്ടി ചേട്ടന്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല. അവൾ അങ്ങനെ വിഷമത്തോടെ പറയുന്നത് കേട്ട് സ്റ്റെഫി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്ക് പോയി ഇപ്പൊ തന്നെ മമ്മൂട്ടിയെ കാണാമെന്ന്. ആ സമയത്തായിരുന്നു പള്ളശ്ശേരി മമ്മൂട്ടി ഇന്റർവ്യൂ ചെയ്യാൻ അവിടേക്ക് വന്നത്. ആൾക്കൂട്ടം കൂടി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടി സ്റ്റെഫി രേഖയും വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്നു. മമ്മൂട്ടിയുടെ ഈ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം തന്നെ തോൽവിയാണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പള്ളശ്ശേരി മമ്മൂട്ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ദേഷ്യപ്പെട്ട് മമ്മൂട്ടി പോകാൻ നേരത്ത് അയാൾ ഒരു ഫോട്ടോയും എടുക്കുന്നുണ്ട്. രേഖയുടെ സ്റ്റെഫിയുടെ അടുത്തു കൂടിയാണ് മമ്മൂട്ടി നടന്നു പോയത്. അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോയിൽ രേഖയും സ്റ്റെഫിയും പതിഞ്ഞത് തന്നെ. രേഖയുടെ വീട് എവിടെയാണെന്നോ അവൾ എവിടെ നിന്നുള്ള പെൺകുട്ടിയാണെന്നോ ഒന്നും തന്നെ സ്റ്റെഫിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ അവളുടെ ഫാമിലിയെ പറ്റി അധികം സംസാരിക്കാറില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സ്റ്റെഫി തിരിച്ച് മഠത്തിലേക്ക് പോയിരുന്നു. വൈകുന്നേരം വീണ്ടും അവളെ കാണാൻ വേണ്ടിട്ട് പോയി. ആ സമയത്ത് സ്റ്റേജിൽ ഷൂട്ടിങ്ങിന്റെ പ്രാക്ടീസ് നടക്കുകയായിരുന്നു. സ്റ്റെഫിയെ കണ്ടതും രേഖ ഓടി അവളുടെ അടുത്തേക്ക് വന്നു. നാളെ പള്ളിക്കുള്ളിൽ വെച്ചാണ് ഷൂട്ട്, അതിനിടയ്ക്ക് തനിക്കൊരു ഡയലോഗ് ഉണ്ടെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത്, ചിലപ്പോൾ മമ്മൂട്ടി ചേട്ടന്റെ കൂടെ ആയിരിക്കും എന്ന്. അവൾ അതിന്റെ ത്രില്ലായിരുന്നു. അപ്പോഴേക്കും അവളെ ഷൂട്ടിന് വിളിക്കുന്നു. അങ്ങനെ അകത്തേക്ക് കടന്നു ചെന്നതും മമ്മൂട്ടി കൂടി വന്നിട്ട് അവർ ഷൂട്ട് ആരംഭിച്ചു. എന്നാൽ അതിനിടയ്ക്ക് ശക്തിയായി മഴ ആരംഭിച്ചു. അത്
കാരണം ആ ഒരു സോങ്ങിന്റെ ഷൂട്ട് അവർക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാതി വഴിക്ക് അത് ഷൂട്ട് ചെയ്ത് നിർത്തിയ ശേഷം അവർ ഇൻഡോറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെയും കൂട്ടിപ്പോയി. രേഖയ്ക്ക് ഇനി പിറ്റേന്ന് മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റെഫി അവളോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നീ എല്ലാരും കൂടെ കിടക്കുന്ന ആ റൂമിൽ കിടക്കാൻ നിൽക്കണ്ട, മഠത്തിലേക്ക് പോരാൻ. താനെങ്ങനെ കോൺവെന്റിലേക്കൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, ഇന്നത്തെ ഇൻചാർജ് ഞാനാണെന്നും അതുകൊണ്ട് ആരും ചോദിക്കാൻ നിൽക്കില്ല എന്നും. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവളെയും കൂട്ടി സ്റ്റെഫി ആകട്ടെ മഠത്തിലേക്ക് പോയി. അവിടെയുള്ള എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവളുടെ റൂം ശരിയാക്കുമെന്ന് ചോദിക്കുമ്പോൾ മറ്റ് സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് അവളുടെ റൂം ശരിയാക്കാൻ വേണ്ടിയിട്ട് പുഷ്പം പോയിട്ടുണ്ടെന്ന്. അവിടുത്തെ ഒരു ജോലിക്കാരുടെ പേരായിരുന്നു പുഷ്പം, മറ്റൊരു ജോലിക്കാരുടെ പേര് തങ്കമ്മ എന്നാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കാൻ നേരത്ത് സിനിമയെ പറ്റി എല്ലാം തന്നെ രേഖയോട് സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പുഷ്പ അവർക്ക് എല്ലാവർക്കും ഇറച്ചിക്കറി വിളമ്പി കൊടുക്കുകയായിരുന്നു. എന്നാൽ രേഖ തനിക്ക് വേണ്ടാന്ന് പറയുന്നു. ആഹാരം കഴിച്ച ശേഷം അവരെല്ലാവരും റൂമിലേക്ക് കിടക്കാൻ പോയി. സ്റ്റെഫി രേഖയ്ക്ക് അവളുടെ റൂമും കാണിച്ചു കൊടുത്തു. രാവിലെ എല്ലാവരും ഉറക്കമെഴുന്നേൽക്കുന്നത് തങ്കമ്മ ചേച്ചിയുടെ നിലവിളി കേട്ടിട്ടായിരുന്നു. പലയിടത്തു നിന്നും ഡൊണേഷനായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന രൂപയെല്ലാം തന്നെ കോൺവെന്റിലെ ഒരു അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ അലമാര തുറന്നു കിടക്കുകയും അതിലെ പണമെല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയും ചെയ്യുന്നു. രേഖയെ അന്വേഷിച്ചപ്പോൾ അവിടെ എങ്ങും തന്നെ കാണാനുമില്ല. പള്ളിക്ക് ആശുപത്രി പണിയാൻ കിട്ടിയ ഡൊണേഷൻ ആയിരുന്നു അത്. അറിയാത്തൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് രാത്രിയിൽ അവിടെ താമസിപ്പിച്ചതിന്റെ പേരിൽ ഒരുപാട് വഴക്ക് സ്റ്റെഫിക്ക് എന്ന മദറിന്റെ കയ്യിൽ നിന്ന് കിട്ടി. പക്ഷെ അന്നത് പോലീസ് കേസ് ആക്കാൻ എന്താന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, അങ്ങനെ പോലീസ് കേസ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ആ വിവരം അറിയും. ഡൊണേഷൻ കാശ് ഇത്രയും ഉത്തരവാദിത്തമില്ലാതെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന പുതിയ ഡൊണേഷനുകളെ ബാധിക്കുമെന്നും ചീത്തപ്പേരാകുമെന്നും പേടിച്ചിട്ടായിരുന്നു അന്ന് പോലീസ് കംപ്ലൈന്റ് ആക്കാതിരുന്നത്. മാത്രമല്ല ആ പ്രൊഡക്ഷൻ കൺട്രോളർ ചന്ദ്രപ്പൻ അവളുടെ മിസ്സിംഗ് കേസിനെ പറ്റിയിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അന്നത്തെ എസ് ഐ പറയുന്നുണ്ട് ആ ഒരു കേസ് വെച്ചിട്ട് തന്നെ രേഖയെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു കൊള്ളാമെന്ന്. അന്ന് രാത്രി ആ മഠത്തിലുണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് വിവേക് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ അറിയിക്കാമെന്ന്. അതേസമയം ഇവിടെ വിൻസെന്റ് ആകട്ടെ തന്റെ ഭാര്യ ആലീസിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. രാജേന്ദ്രൻ വീഡിയോയിൽ പറഞ്ഞ ആ ഫ്രാൻസിസ് തടത്തിൽ ആരാണെന്ന് വിൻസെന്റും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുറെ ഫ്രാൻസിസ് തടത്തിൽമാരുടെ ഫോട്ടോസ് എല്ലാം തന്നെ ലോയർ അയാളെ കാണിക്കുന്നു. കൂട്ടത്തിൽ സ്റ്റെഫിയുടെ ഫോട്ടോയുമുണ്ട്. 1985 അവർ മലക്കപ്പാറ കോൺവെന്റിലുണ്ടായിരുന്നുവെന്നും പോലീസ് ഇവരെയും പോയി കണ്ടിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. ഇവിടെ വിവേക് തന്റെ ഗേൾഫ്രണ്ടിനോട് പറയുന്നുണ്ട്, രേഖ ആരാണെന്ന് തനിക്ക് അറിയണമെന്ന്, അതിന് നിന്റെ ഹെൽപ്പ് വേണം. വിവേക് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു വാർത്ത തയ്യാറാക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വിവേക് വീണ്ടും ആ സ്റ്റെഫി എന്ന സിസ്റ്ററെ കാണാൻ വേണ്ടി പോകുന്നു. ആ കോൺവെന്റിൽ അന്നുണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചെല്ലാം തന്നെ സ്റ്റെഫി പറയുന്നുണ്ട്. കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പുഷ്പവും തങ്കമ്മ ചേച്ചിയും ചേച്ചിയുടെ കുടുംബമായിരുന്നു. ആ സംഭവം നടന്ന് 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും മദറിന്റെ ശല്യം സഹിക്കവയ്യാതെ പുഷ്പ ഇവിടെ നിന്ന് പോയി. തങ്കമ്മ ചേച്ചിയും ഹസ്ബൻഡ് ബേബി ചായനും പിന്നെ ഒരു മകനും ഉണ്ടായിരുന്നു. തങ്കമ്മ ചേച്ചിയും ബേബി ചായനും മരിച്ചു. മകൻ ആലപ്പുഴയിൽ എവിടെയോ ഉണ്ട്. അയാളുടെ അഡ്രസ്സും വിവേകിന് കൊടുക്കുന്നു. ആ അഡ്രസ്സ് കണ്ടപ്പോൾ വിവേകിന് മനസ്സിലായി ഈ രാജേന്ദ്രനെ ഫോൺ ചെയ്തിരുന്ന ആളുടെ പേര് സജീവൻ എന്നായിരുന്നല്ലോ. അയാളും ആലപ്പുഴയിലെ എലിഞ്ഞിത്തറയിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ സജീവൻ എന്ന് പറയുന്ന ആള് തന്നെയായിരിക്കും ഈ തങ്കമ്മ ചേട്ടത്തിയുടെയും ബേബിയുടെയും മകൻ. അങ്ങനെ വിവേക് സജീവനെ തേടി പോകുമ്പോൾ സജീവന്റെ കൂടെ ബിനു എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു. പോലീസ് എന്ന് കണ്ടതും ഇവർ രണ്ടുപേരും പേടിച്ചു. ഒടുവിൽ ഇവരെ അടിച്ചിട്ട ശേഷം ഇവരോട് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിവേക് ആവശ്യപ്പെടുന്നു. ആ സമയത്താണ് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു സീനിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ ഈ ബിനു എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ ആ കൊച്ചുകുട്ടി. അവൻ വന്ന് സജീവനോട് പറയുന്നുണ്ട് തന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചുവെന്നും താൻ ഇന്നലെ രാത്രി കണ്ടുവെന്നും ആ പെൺകുട്ടി എല്ലാവരും കൂടി പായൽ ചുരുട്ടിക്കൊണ്ടു പോകുന്നത് സിനിമയിലെ സീനാണെന്നാണ് അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞിരുന്നത്. അന്ന് സജീവനും അത് വിശ്വസിച്ചു. എന്നാൽ പിന്നീട് ചെറുപ്പത്തിലെല്ലാം തന്നെ സിനിമ കണ്ടപ്പോൾ ആ ഒരു സീൻ സിനിമയിൽ എങ്ങും തന്നെ കണ്ടില്ല. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സീൻ സിനിമയിൽ തന്നെ ഇല്ലാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അന്നൊന്നും അത് കാര്യമാക്കി എടുത്തില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും ആ സിനിമ കണ്ടപ്പോൾ അവൻ പറഞ്ഞ ആ കാര്യങ്ങളെ പറ്റി ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ ബിനുവിന്റെ അച്ഛനോട് അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. അയാൾ ഇപ്പോൾ കിടപ്പുരോഗിയായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് മദ്യം കൊടുത്ത ശേഷം ഇവർ അയാളുടെ വായിൽ നിന്ന് ചില സത്യങ്ങളെല്ലാം തന്നെ അറിയുന്നു. അന്ന് ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയ കൂട്ടത്തില് പ്രാഞ്ചിയും രാജനും വക്കച്ചനും ഉണ്ടായിരുന്നെന്നാണ് അയാൾ പറഞ്ഞത്. അവിടുന്ന് കുറെ കാശും കിട്ടിയെന്ന് പറയുന്നു. ഈ പ്രാഞ്ചി എന്ന് പറയുന്നത് ഫ്രാൻസിസ് തടത്തിലായിരുന്നു. വക്കച്ചൻ എന്ന് പറയുന്നത് വിൻസെന്റും രാജൻ എന്ന് അയാൾ പറഞ്ഞത് രാജേന്ദ്രനും. അവിടുന്ന് കിട്ടിയ പണമൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം തീർന്നു, ഇനിയൊന്നും ബാക്കിയില്ല എന്നാണ് അയാൾ പറയുന്നത്. പ്രാഞ്ചി എന്നും വക്കച്ചനെന്നും അയാൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്കത് വിൻസെന്റും ഫ്രാൻസിസ് തടത്തിലുമാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവർ രാജേന്ദ്രനെ കണ്ടുപിടിക്കുന്നു. പണ്ടത്തെ ഈ കാര്യവും പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെന്ന് ഫോൺ വാങ്ങിയതും അതിലൊരു സിം ഇട്ടിട്ട് അയാളെ മാത്രം വിളിച്ചതും. അത് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തിയത് കാരണം അയാൾ കുറെ കാശ് കൊണ്ട് തരികയും ചെയ്തു. അത് വെച്ച് ഇവരുടെ കുറച്ച് കടങ്ങളൊക്കെ തീർത്തു. അയാൾ ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ എന്റെ അച്ഛൻ ബേബി മരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ബേബിയുടെ പേര് അയാൾ ആ വീഡിയോയിൽ പറയാതിരുന്നത്. ഈ സത്യങ്ങളെല്ലാം തന്നെ എസ് പിയുടെ മുൻപിൽ പറയണമെന്നും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും വിവേക് അവരോട് പറയുന്നു. ഞങ്ങൾ എവിടെ വേണമെങ്കിലും വന്ന് സത്യങ്ങൾ പറയാമെന്ന് അവർ സമ്മതിക്കുകയാണ്. വിവേക് അപ്പൊ തന്നെ വിവരങ്ങളെല്ലാം തന്നെ മോഹൻദാസിനോട് വിളിച്ചു പറയുന്നു. എന്നാൽ അന്വേഷണത്തിന് ചാർജില്ലാത്ത കാരണവന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും തങ്ങൾക്ക് പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. സർ എസ് പിയോടൊന്ന് സംസാരിക്കാൻ വിവേക് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ വിവേകിന്റെ ആ ഗേൾഫ്രണ്ട് ആകട്ടെ രേഖയുടെ ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. രേഖയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം അറിയാമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആകട്ടെ വിവേക് വീണ്ടും സജീവനെയും ബിനുവിനെയും കൊണ്ടുപോകാൻ വരുന്നു. അയാൾ
അയാളുടെ ഭാര്യ പറയുന്നുണ്ട് പശുവിനെ പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ കാട്ടിലോട്ട് പോയിരിക്കുകയാണെന്ന്. വിവേക് ബിനുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് അയാൾ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നതാണ്. മറ്റൊരിടത്ത് നിന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചതായിട്ട് സജീവനെയും കണ്ടെത്തുന്നു. രേഖയുടെ കേസ് അന്വേഷിച്ച് പോകുന്തോറും ഓരോരോ മരണങ്ങളായിരുന്നു വിവേക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷി പറയാൻ പറ്റിയ രണ്ടാൾക്കാരും മരിച്ചിരിക്കുന്നു. കേസന്വേഷണം വീണ്ടും വഴിമുട്ട് നിൽക്കുകയാണ്. വിവേക് ആകട്ടെ അന്ന് സെറ്റിൽ വെച്ചെടുത്തിരുന്ന ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ ഒന്നുകൂടി നോക്കുന്നു. അതിലൊരാളുടെ ഫോട്ടോ കണ്ടിട്ട് വിവേകിന്റെ മനസ്സിൽ മറ്റൊരാളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഈ ഫോട്ടോയിലുള്ള ഒരാളുടെ കണ്ണാകട്ടെ പാതി അടഞ്ഞിട്ടായിരുന്നു. അവൻ ആ ഫ്രാൻസിസ് തടത്തലിനെ അന്വേഷിച്ച് പോയ സമയത്തും പാതി കണ്ണടഞ്ഞ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് വിവേകിന് മനസ്സിലാകുന്നത് ആ ഫോട്ടോയിൽ കണ്ടിരുന്ന പാതി കണ്ണടഞ്ഞ ആള് ഫ്രാൻസിസ് തടത്തലാണെന്നും അന്ന് അവൻ ഇയാളുടെ വീട്ടിൽ അന്വേഷിച്ചു വന്നപ്പോ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വിവേകിനെ ഇവിടെ നിന്നും പറഞ്ഞയച്ച ആ പാതി കണ്ണടഞ്ഞ ആളാകട്ടെ ഫ്രാൻസിസ് തടത്തലിന്റെ മകനായിരുന്നു എന്നും. അച്ഛനെ പോലെ തന്നെ മകന് കിട്ടിയ ആ കണ്ണിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോ കണ്ടപ്പോഴും വിവേകിന് സംശയം തോന്നാൻ കാരണം. ഇവിടെ വിൻസെന്റും ഫ്രാൻസിസ് തടത്തലിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. വിവേക് അന്വേഷിച്ചു പോകുന്ന വഴിയെ തന്നെ വിൻസെന്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവേകിന് തെളിവുകൾ കിട്ടുന്നതിന് മുമ്പ് അവരെയെല്ലാം വിൻസെന്റിന്റെ ആൾക്കാർ കൊന്നെടുക്കും. ആ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് വിവേക് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് താൻ ഒരു സിനിമാ ലൊക്കേഷനിലും പോയിട്ടില്ല എന്ന്. വിവേക് പറയുന്ന എല്ലാ കാര്യങ്ങളും അയാളെ നിഷേധിക്കുന്നു. എന്നാൽ വിവേക് പറയുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരു മഠത്തിലാണെന്നും അന്നൊരു പെൺകുട്ടി അവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നും 4 പേർ ചേർന്നിട്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോയി എന്നും. ഇത് കേട്ടതും ആ ഫ്രാൻസിസ് ഒന്ന് പേടിക്കുന്നു. എന്നാലും അയാൾ സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. അവസാനം അവിടെ നിന്ന് വിവേക് എഴുന്നേറ്റ് പോകാൻ നേരത്ത് പറയുന്നുണ്ട് നിങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ ആ കൊലയാളി നിങ്ങളെയും തേടി വരും. പിന്നീട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. കുറച്ചുനേരം ആലോചിച്ചിട്ട് അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ അന്ന് വലിയൊരു തെറ്റ് ചെയ്തുവെന്ന്. കൊന്നത് ഞങ്ങളല്ല, പക്ഷെ കുഴിച്ചിട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അയാള് ബാക്കി കഥ പറയുകയാണ്. അന്ന് ബിഷപ്പ് വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ മഠത്തിലേക്ക് വരുമ്പോ അയാളുടെ കൂടെ വന്ന വ്യക്തിയായിരുന്നു വിൻസെന്റ്. മഠത്തിലെ അന്തേവാസിയായിരുന്നു പുഷ്പം. ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയ അവൾ അവിടെ തന്നെയാണ് വളർന്നതും അവിടുത്തെ ജോലികളെല്ലാം തന്നെ ചെയ്യുന്നതും അവളായിരുന്നു. മഠത്തിൽ പലയിടങ്ങളിൽ നിന്നും ഒരുപാട് ഡൊണേഷൻസ് വരാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ബിഷപ്പിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത കുറച്ച് ഡൊണേഷൻസ് ആകട്ടെ ബിഷപ്പ് വിൻസെന്റിനോട് പറഞ്ഞിട്ട് അലമാരയിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്നു. അലമാരയിൽ കൊണ്ടുവയ്ക്കാൻ പോയ കാശിൽ നിന്നും വിൻസെന്റ് കുറച്ച് അടിച്ചു മാറ്റി. അത് പുഷ്പം കാണുകയും ചെയ്തു. അവളത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് വിൻസെന്റ് ആകട്ടെ പുഷ്പത്തിന്റെ കയ്യിലും കൊടുത്തു. അവളത് വാങ്ങി തന്റെ കയ്യിൽ വെച്ച ശേഷം ആരോടും ഒന്നും മിണ്ടിയില്ല. പതിയെ പതിയെ പുഷ്പവും വിൻസെന്റും അടുക്കാൻ തുടങ്ങി. താൻ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഇനി എവിടെന്നെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് ഈ നാട് വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് വല്ല ബിസിനസ്സും ചെയ്ത് ജീവിക്കണമെന്നും ഇടയ്ക്ക് വിൻസെന്റ് പുഷ്പത്തിനോട് പറയുന്നു. അത് കേട്ട് പുഷ്പം പറയുന്നുണ്ട് കാശൊപ്പിക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷെ എന്നെ കൂടെ കൊണ്ടുപോകണം. അവൾക്ക് അവിടുത്തെ ജീവിതം മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിൻസെന്റ് അതിന് ഓക്കെ പറയുന്നു. പിന്നീട് ആരും കാണാത്ത രാത്രിയിൽ വിൻസെന്റ് അവളാകട്ടെ മഠത്തിൽ ശേഖരിച്ചു വെച്ചിരുന്ന കുരുമുളക് ചാക്കുകളും റബ്ബർ ഷീറ്റിന്റെ ചാക്കുകളും ഒക്കെ എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ കൊണ്ടുപോയി മറിച്ചു വിറ്റ ശേഷം കുറെ കാശ് വിൻസെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം അവിടെ ജോലി ചെയ്തിരുന്ന ആ ബേബി ചേട്ടൻ ഇത് കാണുകയും ഇവരെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നു. അവസാനം അവരുടെ കൂട്ടത്തിൽ തന്നെ ബേബിയെയും അവർ കൂട്ടുന്നു. അങ്ങനെ ഇവർ 3 പേരും ഒരുമിച്ചായി അവിടെ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്നത്. ഒരു ദിവസം പുഷ്പ ആകട്ടെ വിൻസെന്റിനോട് പറയുന്നുണ്ട് മഠത്തിൽ കുരുമുളക് റബ്ബറും മാത്രമല്ല ഒരുപാട് ക്യാഷും ഉണ്ടെന്ന്. ഡൊണേഷൻ എന്ന രീതിയിൽ ഒരുപാട് ക്യാഷ് അവിടെ വരാറുണ്ട്. അതെല്ലാം അലമാരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോകാമെന്ന്. അങ്ങനെ ആരും കാണാതെ ആ അലമാരയുടെ താക്കോല് അവൾ ഒരു സോപ്പിൽ പതിപ്പിക്കുന്നു. എന്നിട്ടത് വിൻസെന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. താക്കോൽ ഉണ്ടാക്കാൻ അവിടുത്തെ കൊല്ലന്റെ കയ്യിൽ കൊടുത്ത സമയത്ത് അയാള് പറഞ്ഞിട്ടാണ് ഈ ഫ്രാൻസിസും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രാജേന്ദ്രനും ഇവരിങ്ങനെ ഒരു താക്കോല് പണിപ്പിച്ച കാര്യം അറിയുന്നത്. അതൊരു സാധാരണ താക്കോലല്ല എന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. എപ്പോഴും ആ ഷൂട്ടിംഗ് ഒക്കെ ഉള്ള കാരണം കവലയിൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ബേബിയും വിൻസെന്റും ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തവണ ജീപ്പിൽ പോകുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അവരെന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് മനസ്സിലായി. അന്ന് സ്റ്റെഫി സിസ്റ്റർ ആകട്ടെ മറ്റുള്ള എല്ലാവരോടും രേഖയെത്താൻ ഒരു രാത്രി ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പോവുകയാണെന്ന് പറയുന്നത് പുഷ്പം കേട്ടിട്ടുണ്ടായിരുന്നു. മോഷ്ടിച്ച തുകയുമായിട്ട് അവരിവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പിറകെ പോലീസ് വരുമെന്ന് പുഷ്പത്തിനും വിൻസെന്റിനും അറിയാം. അതുകൊണ്ട് പുഷ്പം ആ രാത്രി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടി ഒരു രാത്രിക്ക് വേണ്ടി മാത്രം ഇവിടെ തങ്ങാൻ വരുന്നു. ആ മോഷണ കുറ്റം രേഖയുടെ തലയിൽ വെക്കാനായിരുന്നു പുഷ്പത്തിന്റെ പ്ലാൻ. അവളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ഐഡിയ അവൾ പെട്ടെന്ന് തന്നെ ബേബി ചേട്ടനോട് പറയുകയും ബേബി ചേട്ടൻ മുഖേന വിൻസെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു ജീപ്പുമായിട്ട് അവിടേക്ക് വരാനും പറയുന്നു. അന്ന് ബേബിയും വിൻസെന്റും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ട് സംശയം തോന്നിയിരുന്ന രാജേന്ദ്രനും ഫ്രാൻസിസും ആകട്ടെ അവരുടെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ നേരത്ത് ഉറക്ക ഗുളികൾ പൊടിച്ചിട്ട് പുഷ്പം ചിക്കൻ കറിയിൽ മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എന്നാൽ രേഖയാകട്ടെ ആ ചിക്കൻ കറി വേണ്ടാന്ന് പറയുകയും ചെയ്തു. അവൾ ചിക്കൻ കറി കഴിക്കാത്ത കാരണം ഉറക്കത്തിൽ അവളെ കൊല്ലാനുള്ള പ്ലാൻ പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പുഷ്പം തന്നെ അവളുടെ മേളിൽ കയറിയിരുന്ന് അവളുടെ കഴുത്തു ഞെരിക്കാൻ തുടങ്ങി. രേഖ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ രേഖയെ കഴുത്തു ഞെരിച്ച് പുഷ്പം കൊല്ലുന്നു. അതിനുശേഷം വിൻസെന്റിനോടും ബേബിയോടും പറഞ്ഞിട്ട് അവളുടെ മൃതദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. മാത്രമല്ല പള്ളിയിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആ ഡൊണേഷൻ
കളക്ഷൻ തുകയെല്ലാം തന്നെ ഇവർ അലമാരയിൽ നിന്നെടുത്തു. പക്ഷേ ഇവര് രേഖയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ നേരത്താണ് ഇവരുടെ പിറകെ ഫോളോ ചെയ്തു വന്ന രാജേന്ദ്രനും ഫ്രാൻസിസും അവിടേക്ക് വരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. എന്നാൽ തങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് തരാമെന്ന് അവർ പറയുകയും ചെയ്തു. ഈ കേസ് മുഴുവൻ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുമെന്ന് രാജേന്ദ്രനോടും ഫ്രാൻസിസിനോടും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതോടുകൂടി വേറെ നിവൃത്തിയില്ലാതെ രാജേന്ദ്രനും ഫ്രാൻസിസും ഇവരുടെ കൂടെ നിന്നു. രാജേന്ദ്രൻ പലതവണ പറഞ്ഞതാണ് തനിക്ക് കാശ് വേണ്ട, താൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന്. എന്നാൽ അവൻ മാത്രം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും അവന്റെ തലയിൽ ചുമത്തുമെന്ന് ഇവർ വീണ്ടും പറയാൻ തുടങ്ങി. ഒടുവിൽ നിവർത്തികേട് കൊണ്ട് അയാളും കൂടെ നിന്നു. അങ്ങനെ ബേബിയും വിൻസെന്റും ഫ്രാൻസിസും രാജേന്ദ്രനും ചേർന്നിട്ട് രേഖയുടെ മൃതദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നതാണ് ബേബിയുടെ മകനായ ബിനു ചെറുപ്പത്തിൽ കണ്ടത്. കുറച്ചു ദൂരം കൊണ്ടുപോയ ശേഷം ബേബി പറയുന്നുണ്ട് തന്റെ മകൻ വീട്ടിലൊറ്റയ്ക്കാണ് താൻ പോവുകയാണെന്ന്. അത് കാരണം ബേബി പോയി കഴിഞ്ഞിട്ട് അവർ 3 പേരും ചേർന്നിട്ടായിരുന്നു മൃതദേഹം കുഴിച്ചിടുന്നത്. കുഴി വെട്ടി മൂടുന്നതിന് മുമ്പ് അവളുടെ കാലനങ്ങുന്നുണ്ടായിരുന്നു. ജീവനുണ്ടെന്ന് പറഞ്ഞെങ്കിലും വിൻസെന്റ് പറയുന്നുണ്ട് അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അവളുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടാൻ. അങ്ങനെ കുറച്ച് ജീവൻ നിലനിൽക്കെ തന്നെയാണ് അവർ രേഖയുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നതും ആ കുഴി മൂടുന്നതും. നിങ്ങൾ കാണിച്ച ഫോട്ടോയിലെ അതേ പെൺകുട്ടിയെ തന്നെയാണ് ഞങ്ങൾ അന്ന് കുഴിച്ചിട്ടത്. അതോടുകൂടി അത് രേഖയാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായ ഉറപ്പ് കിട്ടി. ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്ന വിൻസെന്റ് വൈഫിന്റെ അടുത്തേക്ക് ആരോ ഒരു ബൊക്കെ കൊണ്ടുവെക്കുന്നു. ആ ബൊക്കയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് അവർ വല്ലാതെ ശ്വാസം എടുക്കാൻ തുടങ്ങി. അവരുടെ ആരോഗ്യനില തന്നെ വഷളാവുകയായിരുന്നു. ഗെറ്റ് വെൽ സൂൺ പുഷ്പ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അതായത് വിൻസെന്റ് ആലീസ് എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചിരിക്കുന്നത് പുഷ്പത്തിനെ തന്നെയാണ്. അവരവരുടെ പഴയ പേര് മാറ്റിയിട്ട് പുതിയ പേര് സ്വീകരിച്ചതായിരുന്നു. പിറ്റേന്ന് രേഖയെ കാണാതായതോടുകൂടി അവിടുത്തെ പണവും മോഷ്ടിച്ചുകൊണ്ട് അവള് പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങൾ കൂടി അവിടെ നിന്ന ശേഷം വിൻസെന്റും പുഷ്പവും ചേർന്നിട്ട് അവിടെ നിന്ന് നാടുവിടുകയായിരുന്നു. ബോംബെയിൽ പോയി അവർ ബിസിനസ് ചെയ്യുകയും പുഷ്പം തന്റെ പേര് മാറ്റി ആലീസ് എന്നാക്കുകയും ചെയ്തതാണ്. വിവേക് എല്ലാം കണ്ടെത്തിയെന്ന് മനസ്സിലായതോടുകൂടി വിൻസെന്റും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. വിവേക് ആകട്ടെ എസ്പിയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. മഠത്തിൽ പോയി വിവേക് സെർച്ച് ചെയ്യുന്ന സമയത്ത് പുഷ്പം പണ്ട് ചെയ്തിരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് അയാൾ കാണുകയും അതിൽ പുഷ്പം തുന്നിച്ചേർത്തിരുന്ന ഒരു പൂവിന്റെ ചിത്രം ഇപ്പോഴുള്ള ആലീസ് ജുവലേഴ്സിന്റെ ആ ഒരു ലോഗോയിലും ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ ഡൗട്ട് തോന്നി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ആലീസ് തന്നെയാണ് പുഷ്പം എന്ന് മനസ്സിലായത്. അപ്പോഴും എസ്പി പറയുന്നുണ്ട് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രേഖയുടേതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അസ്ഥികൂടമാണ്. അത് രേഖയുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ രേഖയുടെ ഏതെങ്കിലും ബന്ധുവിനെ കണ്ടെത്തി DNA പരിശോധന നടത്തുകയും അതിലൂടെ തെളിയിക്കുകയും വേണം. അതുകൊണ്ട് രേഖ ആരായിരുന്നുവെന്നും അവളുടെ ഫാമിലി എവിടെയാണെന്നും കണ്ടെത്തണം. അല്ലെങ്കിൽ കേസ് ഒട്ടും സ്ട്രോങ് ആകില്ല എന്ന് എസ്പി പറയുന്നു. പിന്നീട് അങ്ങോട്ട് വിവേക് അത് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. എന്നാൽ ഇവിടെ ആലീസ് ആകട്ടെ വിൻസെന്റിനോട് പറയുന്നുണ്ട് ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയ ആ സത്യങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയെന്ന്. ഈ വയസ്സാം കാലത്ത് എനിക്കിനി കേസും വക്കീലുമായിട്ട് നടക്കാൻ വയ്യ, അതുകൊണ്ട് അവനെ അങ്ങ് തീർത്തേക്കാനാണ് ആലീസ് പറയുന്നത്. വിവേകിനെ കൊല്ലാനായിരുന്നു ഇവർ പ്ലാൻ ഇടുന്നത്. അങ്ങനെ വിൻസെന്റിന്റെ ആൾക്കാർ ചേർന്നിട്ട് ഒരു ആക്സിഡന്റിലൂടെ വിവേകിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറച്ച് പരുക്കുകളോടുകൂടി വിവേക് രക്ഷപ്പെടുന്നു. അതേസമയം വിൻസെന്റ് വക്കീലിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിൻസെന്റ് ആലീസിന്റെ മകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും തന്റെ അച്ഛനും അമ്മയും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. ലോയർ വിൻസെന്റിനോട് പറയുന്നുണ്ട് ആ അസ്ഥികൂടം രേഖയുടേതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് രേഖയുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ അവരുടെ ബന്ധുക്കാരെങ്കിലും വന്നിട്ട് DNA പരിശോധന നടത്തണം. അങ്ങനെ ഒരു ബന്ധുക്കാരെ കണ്ടെത്താത്തടത്തോളം കാലം നമ്മൾ സേഫ് ആണെന്നും വക്കീൽ പറയുന്നു. മോഹൻദാസ് വന്ന് വിവേകിനോട് പറയുന്നുണ്ട് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പൊളിറ്റീഷ്യൻ ഒന്നും തന്നെ ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണമെന്നും അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SP ഓർഡറും തന്നിട്ടുണ്ട്. അതിനിടെ വിവേകിന്റെ ഗേൾഫ്രണ്ടിന് ആക്ടർ ജഗദീഷിന്റെ കോള് വരുന്നു. ആ പത്രത്തിൽ കണ്ട ആർട്ടിക്കിൾ കണ്ടിട്ടായിരുന്നു വിളിക്കുന്നത്. അങ്ങനെ വിവേകും ആ പെൺകുട്ടിയും ചേർന്നിട്ട് ജഗദീഷിനെ കാണാൻ പോവുകയാണ്. ജഗദീഷ് അപ്പോൾ അവരെ മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന മൂവിയുടെ ഒരു സീൻ കാണിക്കുന്നു. ജഗദീഷ് തന്നെ എഴുതിയ കഥയായിരുന്നു അത്. ആ മൂവിയിൽ മമ്മൂട്ടിയെ ആരാധിക്കുന്ന അമ്മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. മമ്മൂട്ടി ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് സ്ഥിരമായി കത്തെഴുതുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിക്ക് പിറകിൽ ഈ രേഖയാണ്. ഇനി ആ ഒരു സ്റ്റോറി പറയുകയാണ് ജഗദീഷ്. ജഗദീഷ് സിനിമയിലേക്ക് വന്ന സമയത്ത് ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കത്ത് കിട്ടി. അത് രേഖയുടേതായിരുന്നു. ജഗദീഷിന്റെ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൾ അയച്ച കത്തായിരുന്നു അത്. ആദ്യമായിട്ട് തനിക്ക് കിട്ടിയ പ്രശംസ എന്ന രീതിയിൽ ജഗദീഷ് അതിനൊരു മറുപടി കത്തെഴുതി. അങ്ങനെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് രേഖയുടെ കത്തുകൾ ജഗദീഷിന് വരാൻ തുടങ്ങി. ഇടയ്ക്കൊരിക്കൽ അവള് മമ്മൂട്ടിയുടെ ആരാധികയാണെന്നും മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട് തനിക്ക് അയച്ചു തരുമോ എന്ന് അവൾ ചോദിക്കുകയും ചെയ്തിരുന്നു. മമ്മൂട്ടിയെ അവൾ മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാത്രമല്ല അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അത് കാരണം വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അവൾ ഒരു കത്തിലെഴുതി. എന്നാൽ അത് കണ്ടു കഴിഞ്ഞിട്ട് ജഗദീഷ് ഒരു മറുപടി കത്തെഴുതിയിരുന്നു. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ആദ്യം പഠിച്ച് ഒരു നിലയിൽ എത്തിയ ശേഷം മതി അതിനുള്ള ശ്രമമെന്നായിരുന്നു ജഗദീഷ് അതിൽ എഴുതിയിരുന്നത്. കാരണം ഒരുപാട് കടമ്പകൾ അതിന് കടക്കണമായിരുന്നു. ഞാനും പഠിച്ച് പ്രൊഫസറായ ശേഷമാണ് സിനിമയിലേക്ക് വന്നത്. അന്ന് ആ കത്ത് എഴുതിയ ശേഷം പിന്നീട് രേഖയുടെ ഒരു മറുപടിയും വന്നില്ല. അതുകൊണ്ട് തന്നെ രേഖയുടെ കത്തിൽ നിന്നും അവളുടെ അഡ്രസ്സും അവളുടെ താമസ സ്ഥലവും എല്ലാം തന്നെ ജഗദീഷിന് ഓർമ്മയുണ്ടായിരുന്നു. KJ ഹൗസ് കന്യാകുമാരി, അതായിരുന്നു രേഖയുടെ അഡ്രസ്സ്. അങ്ങനെ വിവേക് ആ അഡ്രസ് അന്വേഷിച്ചു പോകുമ്പോൾ രേഖയുടെ സഹോദരിയാണ്
രേഖയാണ് അവിടെ നിന്നും കണ്ടെത്തുന്നത്. രേഖയുടെ മുഴുവൻ പേര് രേഖ പത്രോസ് എന്നായിരുന്നു. രേഖയുടെ സഹോദരി ആശയാകട്ടെ വർഷങ്ങളായിട്ട് രേഖ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അച്ഛനും അമ്മയുടെ മരണശേഷവും ആശ ഇവിടെ തന്നെ താമസം തുടർന്നതിന്റെ പിന്നിൽ അതായിരുന്നു കാരണവും. ഇനി രേഖയുടെ കഥ പറയുന്നത് ആശയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിലേക്ക് താമസം മാറി വന്നതായിരുന്നു ആശയും രേഖയും അവളുടെ അച്ഛനും അമ്മയും. ഇവിടെ വന്ന ശേഷമാണ് രേഖയ്ക്ക് സിനിമാ മോഹം ഉദിച്ചത് തന്നെ. അവരുടെ വീടിനടുത്തായിട്ടൊരു കാസറ്റ് കടയുണ്ടായിരുന്നു. അച്ഛനെ നിർബന്ധിച്ച് അവിടെ നിന്ന് ടിവിയും കാസറ്റും വാടകയ്ക്കെടുത്ത് സ്ഥിരമായിട്ട് സിനിമകൾ കാണാൻ തുടങ്ങി. അങ്ങനെ കടുത്ത മമ്മൂട്ടി ആരാധികയായി രേഖ. സിനിമാ മാസികകളെല്ലാം തന്നെ വാങ്ങുകയും അതിലെ ഫോട്ടോസ് വെട്ടിയൊട്ടിക്കുകയും അതിൽ കാണുന്ന അഡ്രസ്സുകളിലേക്ക് അവൾ കത്തുകൾ അയക്കാനും തുടങ്ങി. സിനിമയിലെ ഡയലോഗുകളെല്ലാം തന്നെ അവൾ കാണാപ്പാടം പഠിച്ചിട്ട് അഭിനയിച്ച് കാണിക്കുമായിരുന്നു. മമ്മൂട്ടിയുടെ നായികയാകണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ അവൾ എഴുതിയ കത്തുകൾക്ക് മറുപടിയായിട്ട് വന്നൊരു കത്ത് അവളുടെ അച്ഛൻ കാണുകയും അതിന്റെ പേരിൽ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും അവളെ അടിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷമാണ് രേഖ വീട് വിട്ടുപോയത്. വീട്ടുകാരെല്ലാം ഒരുപാട് അന്വേഷിച്ചെങ്കിലും എവിടെ നിന്നും രേഖയെ കണ്ടെത്താൻ സാധിച്ചില്ല. വിവേക് തന്റെ കയ്യിലുണ്ടായിരുന്ന രേഖയുടെ കൊലുസ് ആശ പറയുന്നുണ്ട് ഇത് തന്റെ ചേച്ചിയുടേത് തന്നെയാണെന്ന്. അതേസമയം ഇവിടെ ആലീസും വിൻസെന്റും ചേർന്ന് നടത്തിയ ക്രൈമിനെ പറ്റി അറിഞ്ഞ അവരുടെ മകനാകട്ടെ അവരോട് ചൂടാകുന്നു. അമ്മ ശരിക്കും ആലീസ് ആണോ പുഷ്പമാണോ എന്ന് ചോദിക്കുന്നു. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ആലീസ് വിൻസെന്റിനോട് പറയുന്നുണ്ട് ഈ വയസ്സാം കാലത്ത് എനിക്ക് ഈ കേസിന്റെ പുറകെ ഒന്നും പോകാൻ വയ്യാന്ന്. നിന്നെ ഒരു പോലീസുകാർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിൻസെന്റ് തന്നെ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആശയുടെയും രേഖയുടെയും DNA മാച്ചാക്കി നോക്കുന്നതിലൂടെ അത് രേഖയുടെ അസ്ഥികൂടം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ആ കേസിൽ വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവേക് അയാളുടെ വീട്ടിലേക്ക് വരികയുമാണ്. അങ്ങനെ വിൻസെന്റിനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. അതിനിടയ്ക്ക് ജഗദീഷ് വിവേകിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഫ്രീ ആണെങ്കിൽ ഒരാൾക്ക് വിവേകിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാനും പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് രേഖയുടെ അസ്ഥി അവർ അടക്കം ചെയ്യുന്നതും ആ ചടങ്ങിൽ വെച്ചിട്ട് വിവേക് ആശയ്ക്ക് ഒരു കവർ കൊടുക്കുന്നതുമാണ്. അതിൽ രേഖ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അവളുടെ മമ്മൂട്ടി ചേട്ടന്റെ ഫോട്ടോയും അതിന്റെ പിറകിലായിട്ട് മമ്മൂട്ടിയുടെ ഓട്ടോഗ്രാഫുമായിരുന്നു. കഥ അവിടെ അവസാനിച്ചെങ്കിലും ഇനി ചെറിയൊരു ക്ലിപ്പ് കൂടി കാണിക്കുന്നുണ്ട്. രേഖ കന്യാകുമാരിയിലായിരിക്കുന്ന സമയത്ത് അവളൊരു മാസികയില് മമ്മൂട്ടിയുടെ പുതിയ സിനിമയിലേക്ക് നായികമാരെ തേടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കാണുകയും അത് കണ്ട് ആ നായികയാകാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നതുമാണ്. ഇവിടെയാണ് രേഖാചിത്രം എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.